മുംബൈ ഇന്ത്യൻസിന്റെ സ്വന്തം വിഘ്നേഷ് പുത്തൂർ, മലയാളികളുടെ അഭിമാനമായ വിഘ്നേഷ് പുത്തൂറാണ് എൻ്റെ കൂടെയുള്ളത്. MS ധോണിയോടും അതേപോലെ നമ്മുടെ നിത അംബാനിയോടും ഇംഗ്ലീഷ് സംസാരിച്ച വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു. സോ വിഘ്നേഷ്, എങ്ങനെയാണ് വിഘ്നേഷ് ഇംഗ്ലീഷ് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് പഠിച്ചത്? ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്. മലയാളം മീഡിയത്തിൽ പഠിച്ചത്? ക്രിക്കറ്റിൽ ഇറങ്ങുമ്പോൾ തീർച്ചയായും ഇംഗ്ലീഷ് അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് യൂട്യൂബ് വീഡിയോസ് കാണും, അങ്ങനെയാണ് ചെറുതായിട്ട് പഠിച്ചു തുടങ്ങിയത്. ഓക്കെ, ഓഫ് കോഴ്സ് ഇംഗ്ലീഷ് പെട്ടെന്ന സമയത്തൊക്കെ സംസാരിച്ചു തുടങ്ങും. തെറ്റാണെങ്കിലും കുറച്ച് ബോധമാവാറില്ല. മിസ്റ്റേക്ക് വന്നാലും പ്രശ്നമില്ല, സംസാരിക്കും. ആരോടാണ് സംസാരിച്ചിരുന്നത്? ഞാൻ ഫ്രണ്ട്സിനോട് സംസാരിക്കും, കാരണം ഏറ്റവും കംഫർട്ടബിൾ അവർ സംസാരിക്കുമ്പോഴാണ്. തെറ്റില്ല അവർ ജഡ്ജ് ചെയ്യില്ല, ഓഫ് കോഴ്സ്. പിന്നെ ടീമിലെത്തിയപ്പോൾ ചുറ്റുള്ള എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ സംസാരിച്ചേ പറ്റുള്ളൂ. ഞാൻ പഠിച്ച് ഇമ്പ്രൂവ് ആയി കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ എന്താണ് ഒരു ടിപ്പ് പറയാൻ പറ്റുമോ? എന്താണ് കീപ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. കീപ് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്, അതാണ് പോയിന്റ്. അത് തന്നെയാണ് ഇംഗ്ലീഷ് ഹൗസും നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അത് നമ്മളൊരു ആൾ വരുന്ന ഇംഗ്ലീഷ് പഠിക്കണമെന്ന് പറഞ്ഞു വരുന്നവരോട് നമ്മൾ പറയുന്നതാണ്, ഞങ്ങൾക്ക് 2 മാസം സമയം വേണം, എല്ലാ ദിവസവും നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കണം. അങ്ങനെ സംസാരിച്ച് നമ്മൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആണ്, നല്ല റിസൾട്ട് ഉണ്ടാവും. വളരെ ചെറിയ ഫീ ആണ് ഞങ്ങൾ അതിന് വാങ്ങുന്നത്. റിസൾട്ട് ഇല്ലെങ്കിൽ റീഫണ്ട് പോളിസിയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ധൈര്യമായിട്ട് അഡ്മിഷൻ എടുക്കുക. നമുക്ക് പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.